ജോസ് കെ മാണി രാത്രി ഉറങ്ങുമ്പോൾ മദ്യം കഴിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും ജോസ് കെ മാണി ഫോൺ എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് ഫോണുകൾ എടുത്തിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് അധികം അറിയില്ല. അതായത് മദ്യം കഴിക്കില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എത്തിക്കാത്ത സോഷ്യൽ മീഡിയയിൽ? അതെന്താ ശ്രദ്ധിക്കാത്ത? അതല്ല, ഞാനതാ പറഞ്ഞത്. ഈ വളരെ വ്യക്തമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്തിക്കുന്നുണ്ട്. നാച്ചുറൽ ആൾക്കാർ വരുമ്പോൾ, കാണുമ്പോൾ, ഇടപെടുമ്പോൾ, ആരെങ്കിലും ഇടപെട്ടിട്ട് ജോസ് കെ മാണി മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ അപ്പുറത്ത് നിൽക്കുന്നയാളും ചിലപ്പം സ്വീകരിച്ചില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിക്കുക, ആരെങ്കിലും ഇടപെട്ടയാൾ ഇങ്ങനെ ജോസ് കെ മാണി ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ സുവിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതൊക്കെ എന്താണ്, ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട കാര്യമാണ്. പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആൾക്കാരെ, ഒരു വോട്ടർമാരെ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ആ 0.001% നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ? ഏത് രാഷ്ട്രീയക്കാരനും, അത് മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങളുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റീച്ച് വരുന്നതും അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പെട്ടെന്ന് ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ, അത് ഈ പ്രൊഫഷന് മാത്രമല്ല, ചില സിനിമാ പ്രൊഫഷനിൽ കാണും, ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനിൽ കാണും, ഇല്ലായ്മ ചെയ്യാൻ, പേഴ്സണൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വ്യക്തമായി പണം കൊടുത്ത് കുറച്ചുപേരെ ഇരുത്തി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ നുണ പറഞ്ഞു വരുമ്പോൾ കുറച്ച് അത് സത്യമാണെന്ന് ജനങ്ങൾ ചിലപ്പോൾ തോന്നും. അത് അങ്ങനെ മാറി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ അത് നമ്മളെപ്പറ്റി മാത്രമല്ല, കുടുംബത്തിനെ പറ്റി, മക്കളെപ്പറ്റി ഒക്കെ അതൊക്കെ വളരെ ഒരു മോശമായ ഒരു ഇതാണ്. അത് ചിലവർക്കത് വലിയൊരു ത്രില്ലായിട്ട് കാണും. അവനെ ഞാനൊന്ന് സൂപ്പാക്കി എന്നുള്ള രീതിയിൽ. അതിലൊക്കെ ഒരു മാറ്റം വേണം. ഏർക്കാടിലെ കുട്ടിക്കാലം, സ്കൂൾ കാലഘട്ടം അതെങ്ങനെയായിരുന്നു? ഏർക്കാടിലെ കുട്ടിക്കാലം ഇവിടുന്ന് സ്കൂളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഒക്കെ പോകുമ്പോൾ വലിയ പ്രയാസമാണ്, ഇവിടുന്ന് വിട്ടുപോകാനുള്ള പ്രയാസം. പിന്നെ ഈ പറഞ്ഞ പോലെ ആൻസ്ലം അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഇവിടെ നമ്മുടെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ആയിരുന്നു ആദ്യമേ ചെന്നപ്പോൾ പ്രൊവിൻഷ്യലും ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പേ ചെന്നു. അന്നേരം കുട്ടികളൊന്നും അവിടെ ഇല്ല. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ വരാൻ തുടങ്ങണം. അപ്പോൾ തന്നെ ഹോം സിക്കായി, അയ്യോ വിഷമമായി. പക്ഷേ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം സുഹൃത്ത് ബന്ധുക്കളും വന്നു. പക്ഷെ നല്ലൊരു ഹോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ, എല്ലാവരും ഹോസ്റ്റലിലാണ്. അപ്പം അവിടെ നിന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ, അത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല, കളികളും മറ്റതും എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് ഒരു ഹോസ്റ്റൽ. ബ്രൈറ്റ് സ്റ്റുഡന്റ്, ആവറേജ് സ്റ്റുഡന്റ്, ബാക്ക് ബെഞ്ചർ, എന്തായിരുന്നു ജോസ് കെ മാണി? ബാക്ക് ബെഞ്ചും അല്ല, ഫ്രണ്ട് ബെഞ്ചും അല്ല. പക്ഷെ എപ്പോഴും അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് പറയില്ല. പക്ഷെ നമുക്കിപ്പം ഏതെക്കാലം 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ആണല്ലോ നമ്മുടെ ഡിഗ്രി നോക്കുന്നത്. അതിലെല്ലാം ഡിസ്റ്റിങ്ഷനോടുകൂടി അന്നത്തെ കാലത്ത് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട്. ഈ തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രം കൂടെ പഠിച്ച ആളല്ലേ ഏർക്കാട്? അതെ. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം, ഒരു അലുമിനിയം മീറ്റിനൊക്കെ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. വൺസ് ഒരു 6 മാസം തോറും അല്ലെങ്കിൽ വർഷത്തിലൊന്ന് കൂടാറുണ്ട്. ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് ആണ്, കോളേജിലുണ്ടായിരുന്നു. അതെല്ലാം ഒരു ആക്ടർ എന്നതിനപ്പുറം ഞങ്ങളൊരു സുഹൃത്ത് ബന്ധംഗമാണല്ലോ അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആ രീതിയിൽ ഇവരും എല്ലാവരും അങ്ങനെ തമിഴ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സുണ്ട്, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇവരൊക്കെ. പക്ഷെ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാം ഒരേ രീതിയിലല്ലോ. ഇപ്പം ഞാനൊരു MP ആയിട്ട് ഒരിക്കലും അവരെന്നെ കാണാറുമില്ല, പൊളിറ്റീഷ്യനായിട്ടും കാണാറില്ല, ഞാനൊരു ആക്ടറായിട്ടും കാണാറില്ല അവിടെ. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്രൗഡ് പുള്ളും ഒക്കെ കാണും. പക്ഷെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കും ഇതിനകത്ത്. യുവാക്കളുമായിട്ട് ചേർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിക്കിപീഡിയ പ്രകാരം ജോസ് കെ മാണിക്ക് 60 വയസ്സാണ്. യുവത്വം എത്രമാത്രം ഉണ്ട്? ഫോർ എവർ യങ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറുമില്ല. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളൂ ഞാൻ ബർത്ത്ഡേക്ക് വല്ലവരും നിർബന്ധിച്ച് വല്ലയിടത്തും കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാറുമില്ല. കാരണം ദാറ്റ് ഗോസ്, അതൊക്കെ ഒരു നമ്പറല്ലേ. എങ്ങനെ പോയി ദിവസം എത്ര സമയം അലോട്ട് ചെയ്യുന്നുണ്ട് വ്യായാമത്തിന്? ഈ ശീർഷാസനത്തിൽ ഒരു ഫോട്ടോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട്. ഞാനൊരു സാഹസികനാണുള്ള, സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈലാണെങ്കിലും എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ യോഗയാണ്. യോഗ പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും, ഇപ്പം
ശ്രീ രവിശങ്കറിൻ്റെ ക്ലാസ്സുകൾക്ക് Art of Living. ആർട്ട് ഓഫ് ലിവിങ്ങിന് പോയിട്ടുണ്ട്, യോഗയുടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ആ ടെന്നീസ്, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ഈ പറഞ്ഞ ബില്ലിയാർഡ്സ്, ഏത് കളിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കില്ല, പക്ഷേ ഞാൻ കളിക്കും. ഇപ്പോൾ മനസ്സിലായി. ഈവൻ ഈ പറഞ്ഞ ചീട്ടുകളിയും ക്യാരംസ് ഉൾപ്പെടെ, ചീട്ടുകളിയും ഞാൻ എക്സ്പെർട്ടാണ്. അപ്പോൾ ഏത് കളിയും, ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള, 28 ഉൾപ്പെടെയുള്ള, റമ്മി ഉൾപ്പെടെയുള്ളത്. ഒരാൾ ചോദിച്ചിട്ട് എനിക്കുള്ളൊരു ഇതാണെന്ന് ചോദിച്ചാൽ, ഒരു പിള്ളേരിരുന്ന് അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് കളിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ പാടില്ല, ഞാൻ കളിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞ് മനസ്സിലായത്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഇതുണ്ട്. മൗണ്ടനറിങ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കരാട്ടെ പഠിക്കാൻ പോയി, പക്ഷെ അത്രയും വലിയ ഇതായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് വിദേശത്ത് പോയപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. എല്ലാം അന്ന് ഇപ്പം നമുക്കറിയാം ഏജിങ്ങിന് ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരും. പക്ഷേ എങ്കിലും ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കളിയും കളിക്കും, മഴയത്തുള്ള കളിയും കഴിക്കും. ഇപ്പം മഴയാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ബേസ്ബോളോ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പറ്റുന്ന കളികളൊക്കെ തന്നെ ഇതെല്ലാം കളിക്കും, ഏത് കളിയും കളിക്കും. ഇപ്പം എങ്ങനെയാ ഒരു ദിവസം എക്സസൈസിന് വേണ്ടി? ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ശ്വാസം വിടാൻ നേരമില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ് യോഗ എന്നൊക്കെ കുറച്ച് ശ്വാസം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പല സമയത്തും രാവിലെ വരും. അപ്പം കുറച്ച് പേരെ കാണും, പിന്നെ അകത്തേക്ക് കയറും, പിന്നെ കുറച്ച് പേര് കാണും, പിന്നെ ചിലപ്പോൾ കുളിക്കാൻ പോകണം, പത്രം വായിക്കാൻ പോകണം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊരു വിഷയമുണ്ട്, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അത് വളരെ ഒരു പ്രയാസം. കാരണം ജനങ്ങൾ വരുമ്പോൾ, ആൾക്കാർ വരുമ്പം പ്രയോറിറ്റി അവർക്ക് കൊടുക്കണമല്ലോ. സ്വാഭാവികമായിട്ടും വരുന്ന ബുദ്ധിമുട്ട് വരുന്നതൊക്കെ വരുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അകത്ത് കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരാൾ നമ്മൾ യോഗ ചെയ്യാനാണ്, അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴായിരിക്കും ഒരാൾ വരുമ്പോൾ നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആകാനായിട്ട് വലിയൊരു അതിനകത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നതിലൊരു സങ്കടമുണ്ട്. MBA കഴിഞ്ഞിട്ടുള്ള ജോലി സമയം അതെങ്ങനെയായിരുന്നു? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 കമ്പനികൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ MBA കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ജോലിക്ക് പോകണം, ഒരു എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകണം, അതിനകത്ത് സേവിങ് ഉണ്ടാകണം, സ്വന്തമായി കുറേ ഷെയറൊക്കെ മേടിക്കണം, ട്രേഡിങ് നടത്തണം. ഇതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ ജോലി കിട്ടി. കുറച്ച് നാൾ ബോംബെയിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു, കുറച്ച് നാൾ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, ഞാനിവിടെ വന്നു.